ചോറ്റാനിക്കര മകൻ തൊഴിലിനായി നട തുറന്നിരിക്കുന്നു. ചോറ്റാനിക്കര ദേവിയുടെ ദർശനത്തിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് കാത്തിരിക്കുന്നത്. രാത്രി 9:30 വരെയാണ് ദർശനം ഉണ്ടാവുക. ചോറ്റാനിക്കരയിൽ നിന്ന് സൂര്യശ്രീ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ചേരുന്നു. സൂര്യശ്രീ, വലിയ ഭക്തജന തിരക്ക് അവിടെ ക്ഷേത്രത്തിലുണ്ട് എന്നറിയാം. രാവിലെ തൊട്ട് ആ തിരക്ക് അവിടെ തുടരുന്നുമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം? ഒപ്പം തന്നെ മറ്റ് ചടങ്ങുകൾ ഒക്കെ എന്താണ്? ഭക്തരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കൃത്യം 2 മണിക്ക് തന്നെ ഈ മകം തൊഴലിനായി ക്ഷേത്രനട തുറന്നിരിക്കുകയാണ്. ഭക്തരുടെ സർവ്വം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. ക്ഷേത്ര പരിസരത്താകെ അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രി നാരായണ മന്ത്രധ്വനികൾ മാത്രമാണ്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തങ്ങളുടെ ആഗ്രഹം അഭീഷ്ട കാര്യസിദ്ധിക്കായൊക്കെ തന്നെ ദേവിയെ കണ്ടറിയിക്കുവാൻ, തങ്ങളുടെ ദുഃഖങ്ങൾ അറിയിക്കുവാൻ, തങ്ങളുടെ നന്ദി അറിയിക്കുവാൻ, സന്തോഷം അറിയിക്കുവാൻ ഒക്കെയാണ് ഈ ഒരു കാത്തിരിപ്പിനൊടുവിൽ ഇവിടെ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ ആയിരുന്നു. സ്ത്രീകളുടെ ഉത്സവം എന്ന് മകം തൊഴൽ അറിയപ്പെടുന്നെങ്കിലും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ തന്നെ ഒരു വലിയ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇതാ ദേവിയെ കാണുവാൻ, ദേവിയെ കണ്ട് തങ്ങളുടെ സങ്കടങ്ങൾ അറിയിക്കുവാനായിട്ട് നിലവിൽ ഭക്തർ കാത്തിരിക്കുകയാണ്. നമുക്ക് ഈ ക്യൂവിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. നിലവിൽ വലിയൊരു ഭക്തജന തിരക്കാണ് ചോറ്റാനിക്കര ക്ഷേത്ര സന്നിധിയിൽ നിലവിൽ അനുഭവപ്പെടുന്നത്. കുംഭമാസത്തിലെ മകം നാളിലാണ് ഇതിൽ മകം തൊഴൽ ചടങ്ങ് നടത്തപ്പെടുന്നത്. വില്യമംഗലം സ്വാമിയാർക്ക് മുന്നിൽ സർവാഭരണ വിഭൂഷിതയായി ദേവി പ്രത്യക്ഷപ്പെട്ട ഈ ഒരു ദിവസത്തെ അനുസ്മരിച്ചാണ് കുംഭമാസത്തിലെ ഈ ഒരു മകം നക്ഷത്രത്തിൽ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ മകം തൊഴൽ ചടങ്ങ് ആചരിക്കുന്നത്. മകം തൊഴലിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയാൻ, വൈഷ്ണവ ചൈതന്യത്തോടെ നാരായണ സമേതനായി ദേവിയെ കാണാനായി സാധിക്കുമെന്നാണ് പറയുന്നത്. വൈഷ്ണവ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ദേവി വലത് കൈയിൽ തങ്കഗോളകൾ അടക്കം അണിഞ്ഞ ദേവിക്ക് മുന്നിൽ ഇരു കൈകളും കൂപ്പി തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ദേവിക്ക് മുന്നിൽ അർപ്പിക്കുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. ഓരോ ഭക്തരുടെയും കണ്ണുകളിലുണ്ട് അവർക്ക് ദേവിയോട് പറയുവാനുള്ളത്. അവരുടെ നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവരുടെ അഭീഷ്ട കാര്യസിദ്ധിക്കായി എത്തിയവരുണ്ട്. ആഗ്രഹം സാധിച്ചു നൽകിയതിന് ദേവിയോട് നന്ദി അറിയിക്കുന്നവരുണ്ട്. നമുക്ക് നിലവിൽ ഭക്തരുടെ പ്രതികരണങ്ങളിലേക്ക് അടക്കാം. എല്ലാ വർഷവും വരുന്നത് തൃപ്രയാറുണ്ട്. കുറെ കൊല്ലങ്ങളായി, ദേവിയുടെ ഒരു വർഷത്തെ ഇഷ്ടം ഇത്തരത്തിൽ നിരവധി എല്ലാ ദിവസം കാണാറുണ്ട്. 24 അങ്ങനെ ഇത്തരത്തിൽ നിരവധി ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വൈകിട്ട് 9:30 വരെയാണ് ഇത്തരത്തിൽ ക്ഷേത്രനട ഈ ഒരു ദർശനത്തിനായി തുറന്നു നൽകിയിരിക്കുന്നത്. എങ്കിൽ പോലും അവസാന ഭക്തനും ദർശനം നൽകിയ ശേഷം മാത്രമേ നട അടയ്ക്കുകയുള്ളൂ. എന്തായാലും നിരവധി ഭക്തജനങ്ങളാണ് ദേവിയുടെ ഈ ഒരു ദർശന സൗഭാഗ്യത്തിനായി കാത്തിരിക്കുന്നത്. തങ്ങളുടെ സന്തോഷവും സങ്കടങ്ങളും ഒക്കെ ദേവിയെ കണ്ട് അറിയിക്കുവാനായി കാത്തിരിക്കുന്നതാണ്. എല്ലാ വർഷവും എത്താറുണ്ട്. ഞാൻ 10ാമത്തെ വർഷമാണ് വരുന്നത്. ബാംഗ്ലൂരാണ്. ഒരു വിശ്വാസം എങ്ങനെയാണ്? എന്താ അമ്മ തോന്നിക്കുന്നു വരുന്നു. ആഗ്രഹസിദ്ധിക്കായി വരും. ഇപ്പൊ വലിയ കുഴപ്പമില്ല. സീനിയർ സിറ്റിയുള്ള ക്യൂ കാരണം തിരക്കില്ല. ചൂട് അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഈ ചേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നടക്കം നിരവധി സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ രാവിലെ തന്നെ എത്തിയത്. രാത്രി 9:30 വരെയാണ് ഉണ്ടാകുന്നത്. നിലവിൽ ഭക്തിയെ കണ്ട് നിർവൃത്തി അടങ്ങുവാൻ ഈ ഭക്തരുടെ മനസ്സിൽ സാന്ത്വനത്തിന്റെ അമൃതമഴ പൊഴിച്ചുകൊണ്ടാണ് ദേവിയുടെ ക്ഷേത്രത്തിൽ നട തുറന്നിരിക്കുന്നത്. വിഗ്രഹത്തിലെ ഒരു പൂവിതളെങ്കിലും ചൂടാൻ, ദേവിയെ ഒരു നോക്ക് കാണുവാൻ, അഭിഷേക തീർത്ഥജലത്തിലെ ഒരു കണികയെങ്കിലും ദർശിക്കാൻ, ആ ശ്രീലീലയെ ഒന്ന് കാണുവാൻ, ആ വിളക്കിലേക്ക് നോക്കി ഒരു മിഴി ഒന്ന് തുറന്ന് സർവവും സമർപ്പിച്ചുകൊണ്ട് തൊഴുവാൻ കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെയാണ് ചോറ്റാനിക്കര ദേവി സന്നിധിയിൽ കാണുന്നത്. നിരവധി പേർ ക്ഷേത്രത്തിന് പുറത്തും ക്യൂവിൽ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ പോലും രാത്രി 9 വരെക്കുള്ളിൽ ദേവിയെ കണ്ട് തങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ദേവിക്ക് മുന്നിൽ സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് കാത്തിരിക്കുന്നത്. ഈ ദേവി വൈഷ്ണവ ചൈതന്യത്തോടെ തങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ദേവിക്ക് മുന്നിൽ സർവാഭരണ വിഭൂഷിതയായി തങ്ങൾക്ക് മുന്നിൽ ദർശനം നൽകുന്ന ദേവിക്ക് മുന്നിൽ തങ്ങളുടെ സന്തോഷവും സങ്കടങ്ങളും നന്ദിയും എല്ലാം അറിയിക്കുവാനായിട്ട് നിറമിഴികളോടെ കൈകൾ കൂപ്പി അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നീ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭക്തിയുടെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ചോറ്റാനിക്കര ദേവി സന്നിധിയിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. എന്തായാലും രാത്രി 9:30 വരെ ഇങ്ങനെ ഇത്തരത്തിൽ നട തുറന്നിരിക്കും. ഏതായാലും നമുക്ക് ഇവിടെ തന്നെ ഭക്തിമുഖരിതമായ ഒരു അന്തരീക്ഷമാണ് പ്രജിൻ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും സ്വയം മറന്ന് ദേവിയിൽ അർപ്പിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ശക്തമാണ്. ക്യൂകളിലൂടെ ആളുകളൊക്കെ കടത്തിവിടുന്നതും എല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിൽ കാണാനായിട്ട് സാധിക്കും.
സാധിക്കും. എന്തായാലും ഈ ഒരു ദർശനത്തിന് ശേഷം കാത്തിരിക്കുന്ന മറ്റൊരു ഭക്തരുടെ ക്യൂ കീഴ്ക്കാവിലടക്കമുണ്ട്. എന്തായാലും അവർക്കും ദേവിയുടെ ഒരു ദർശനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവർ ഒരു നോക്ക് കാണുവാൻ, ദേവിയെ ഒരു നോക്ക് കണ്ട് തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും അറിയിക്കുവാൻ കാത്തിരിക്കുകയാണ്. പ്രജിൻ, ശരിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇനിയും ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ കാത്തിരിക്കുകയാണ് ഈ മകം തൊഴിലിനായി. ദേവിയെ നേരിൽ കണ്ട് തങ്ങളുടെ സങ്കടങ്ങൾ അറിയിക്കാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. എന്തായാലും ഇപ്പോൾ അല്പസമയം മുൻപ് 2 മണിക്കാണ് ഈ ക്ഷേത്ര നട തുറന്നത്. 9:30 വരെ, രാത്രി 9:30 വരെയാണ് ഈ മകം തൊഴിൽ ചടങ്ങ് നടക്കുക. ദർശനത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 70 വയസ്സിൽ കൂടുതൽ, നേരത്തെ പ്രദേശവാസി അവിടുത്തെ ഭക്തൻ സൂചിപ്പിച്ചതുപോലെ 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് പ്രത്യേക ക്യൂ ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തിരക്ക് ആ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നത്. സ്ത്രീകളെ ഈ പടിഞ്ഞാറ് നടയിലൂടെയും പുരുഷന്മാരെയും കുടുംബമായി എത്തുന്നവരെയും വടക്കേ പൂരപ്പറമ്പിലൂടെയും ബാരിക്കേഡ് വഴി ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രീതിയാണ് ഇത്തവണ അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. 1.5 ലക്ഷം ഭക്തർ ദർശനത്തിനെത്തും രാത്രി 9:30 വരെ ആകുമ്പോഴേക്കും എന്നൊരു കണക്കുകൂട്ടലിലാണ് ക്ഷേത്രം ഭാരവാഹികൾ ഉള്ളത്. ഒപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. സുഗമമായി ഓരോ ഭക്തനും ദേവിയെ കണ്ട് തൊടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആ രീതിയിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ക്ഷേത്രത്തിനകത്തും ഒപ്പം തന്നെ പരിസരത്തും റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലാണ് പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ അതിനായി അവിടെ വിന്യസിച്ചിട്ടുമുണ്ട്. ക്ഷേത്രത്തിലും പരിസരത്തും കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി മഫ്തിയിലും പോലീസ് ഉണ്ടാകും എന്ന രീതിയിൽ പുതിയ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പൊങ്കാല മഹോത്സവം നടക്കുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലൊക്കെ തന്നെ അങ്ങനെ മോഷണം നടന്നതായ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചൊറ്റാനിക്കരയിലും ആ രീതിയിൽ പോലീസിന്റെ സുരക്ഷ ശക്തമായി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 80ഓളം നിരീക്ഷണ ക്യാമറകളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും മകം തൊഴിലിന്റെ ആ ഭക്തി അത് ആ രീതിയിൽ തന്നെയാണ് ക്ഷേത്ര സന്നിധിയിലും പരിസരത്തും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് അല്പസമയം മുൻപ് നട തുറന്നത്. ഇപ്പോൾ സൂര്യശ്രീ ഒരിക്കൽ കൂടി ചേരുന്നു. സൂര്യ, ഏതാണ്ട് 1.5 ലക്ഷം ഭക്തരെ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണ ക്ഷേത്രം ഭാരവാഹികൾ രാത്രി 9:30 വരെയുള്ള സമയത്തിനകം. ഇപ്പോൾ നേരത്തെ സൂര്യ പറഞ്ഞതുപോലെ രാവിലെ തൊട്ട് അവിടേക്ക് ഈ ഭക്തജന ഒഴുക്കുണ്ട്. അവർ ഇത്രയും നേരം കാത്തിരുന്നത് ഈ 2 മണി നേരത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴാണ് നട തുറന്നത്. ഇനിയുള്ള മണിക്കൂറുകളെല്ലാം തന്നെ അവിടെ ഈ ഭക്തിമയമായിരിക്കും, ഭക്തിസാന്ദ്രമായിരിക്കും എന്നറിയാം. എന്താണ് ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ എന്നറിയണം. ഒപ്പം തന്നെ അവിടുത്തെ ക്രമീകരണങ്ങൾ അതെങ്ങനെയാണ്? നേരത്തെ സൂചിപ്പിച്ച പോലെ രാവിലെ 3 മണി മുതൽ തന്നെ ഭക്തജനങ്ങൾ അവരുടെ ദർശനത്തിനായുള്ള ക്യൂവിൽ സ്ഥാനം പിടിച്ചിരുന്നു. അതിനുശേഷം ഉണ്ടായ ഒരു നീണ്ട മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് നിലവിൽ ഭക്തർക്ക് ഇപ്പോൾ ദേവിയുടെ ദർശനം ലഭിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കൃത്യം 2 മണിക്ക് തന്നെ നട തുറന്നിരിക്കുന്നു. അതിനുശേഷം ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്കായിരുന്നു ക്ഷേത്രാങ്കണത്തിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായും സുരക്ഷാ സംവിധാനങ്ങളോടെ അല്ലെങ്കിൽ കൃത്യമായി ക്യൂവിലൂടെ തന്നെയാണ് ദർശനത്തിനായിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ കടത്തിവിടുന്നത്. പടിഞ്ഞാറ് നട വഴിയാണ് സ്ത്രീകൾക്കുള്ള പ്രവേശനം ഉണ്ടായിരിക്കുന്നത്. പുരുഷന്മാർക്കും ഒപ്പം തന്നെ കുടുംബവുമായി വന്നവർക്ക് തന്നെ വടക്കേ പൂരപ്പറമ്പ് വഴിയുള്ള ബാരിക്കേഡ് വഴിയായിരിക്കും പ്രവേശനം. 800-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളോടെ ഭക്തർക്ക് തങ്ങളുടെ ദേവിയെ കാണുവാനായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു കുറവും വരാതെയുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇവിടെ ദേവസ്വം ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളോട് തിരക്കാം. എല്ലാ വർഷവും വരുന്നവരാണ്. എവിടെ സ്ഥലം? എവിടെ നിന്ന് വരുന്നത്? അതിന് നിരവധി ആളുകളാണ്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരടക്കം നിരവധി പേരാണ് ഇത്തരത്തിൽ ദേവിയുടെ ഒരു ദർശനത്തിനായി എത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ സർവാഭരണ വിഭൂഷിതയായ തങ്കഗോളക വലതു കൈയിൽ ചാർത്തിയ ദേവിക്ക് മുന്നിൽ അംബേ നാരായണ, ദേവി നാരായണ മന്ത്രധ്വനികൾ മുഴക്കിയാണ് ഇപ്പോൾ തങ്ങളുടെ അഭീഷ്ടകാര്യ സിദ്ധിക്കായും തങ്ങളുടെ ആഗ്രഹ സിദ്ധി നന്ദി പറയുന്നതിനുമായി ലക്ഷോപലക്ഷം ജനങ്ങൾ ദേവിയുടെ ഒരു ദർശന സായുജ്യത്തിനായി കാത്തിരുന്നതിന് ശേഷം നിലവിൽ നട തുറന്നു. ആ ദർശനത്തിനായി ഓരോ ഭക്തരും നിലവിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമുക്കിപ്പോൾ കീഴ്ക്കാവിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിറകൈകളോടെ, കൂപ്പുകൈകളോടെ, നിറകണ്ണുകളോടെയൊക്കെ തന്നെ ധാരാളം ഭക്തരെ നമുക്ക് ഇവിടെ ദർശിക്കാനായി സാധിക്കും. അവരൊക്കെ തന്നെയും ദേവിയുടെ ഒരു ദർശനത്തിനായി കാത്തു നിൽക്കുന്നവരാണ്. ദേവിയെ ഒരു നോക്ക് കാണുവാൻ, തങ്ങളുടെ ആഗ്രഹങ്ങൾ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുവാൻ കാത്തിരിക്കുന്നവരാണ് ഇവർ. നിലവിലുള്ള ക്യൂവിലുള്ള ആളുകളെയൊക്കെ കടത്തിവിട്ടതിന് ശേഷമായിരിക്കും ഇവർക്ക് ദർശനം ഉണ്ടാവുക. എല്ലാ വർഷവും വരുന്നവരാണോ? എല്ലാ വർഷവും വരുന്നതാ. എവിടെയാണ് വരുന്നത്? കൂത്താട്ടോളം, പാലക്കുഴ, എല്ലാം. അങ്ങനെ നിരവധി
നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ദേവിയുടെ ഒരു ദർശനത്തിനായി എത്തുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ അവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. ദേവിയെ കണ്ട് തൊഴാനുള്ള കാത്തിരിപ്പ് തുടരുകയുമാണ്. രാത്രി 9:30 വരെയാണ് മകൻ തൊഴലുള്ള സൗകര്യം അവിടെ ഒരുക്കിയിരിക്കുന്നത്.